കരിക്കട്ട കൊണ്ട് എഴുതിയ ചിത്രങ്ങളും കൈപ്പടയിൽ എഴുതിയ പോസ്റ്ററുകളും നിറഞ്ഞ പഴയ തെരഞ്ഞെടുപ്പ് കാലം പലരുടെയും ഓർമ്മകളിലുണ്ടാകും. ഇന്നിതാ കേരളം നിർമ്മിത ബുദ്ധിയാൽ നിയന്ത്രിക്കുന്ന പ്രചാരങ്ങളിൽ വരെ എത്തിയിരിക്കുന്നു. കേരളം രൂപീകൃതമായ ശേഷം 1957 ഫെബ്രുവരി 28 നടന്ന ആദ്യ തെരഞ്ഞെടുപ്പ് മുതൽ നാം ഒരിക്കലും മറന്നുകൂടാത്ത തെരഞ്ഞെടുപ്പ് ചിത്രങ്ങളും അവിസ്മരണീയ നാഴികക്കല്ലുകളും പങ്കുവയ്ക്കുന്ന പോൾ പോഡ് തുടങ്ങുകയാണ്. സ്വാഗതം. കേരളത്തിന് തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രി പദം സമ്മാനിച്ച മന്ത്രിസഭയാണ് പടിയിറങ്ങിയത്. 2022 നവംബർ 14 മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ റെക്കോർഡ് സ്വന്തമാക്കിയത്. 1970 മുതൽ 77 വരെ തുടർച്ചയായി 2364 ദിവസവും മുഖ്യമന്ത്രിയായിരുന്ന സി അച്യുതമേനോന്റെ റെക്കോർഡാണ് അദ്ദേഹം മറികടന്നത്. 2016 മെയ് 25 ആദ്യമായി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത അദ്ദേഹം തുടർച്ചയായി 5 വർഷം കൂടി മുഖ്യമന്ത്രി പദം അലങ്കരിച്ചതോടെയാണ് നേട്ടം സ്വന്തമാക്കിയത്. എന്നാൽ ആകെ ഭരണകാലയളവ് പരിഗണിച്ചാൽ ഏറ്റവും കൂടുതൽ മുഖ്യമന്ത്രിയായിരുന്നത് EK നായനാരാണ്. 1980, 1987, 1996 ടേമുകളിലായി 10 വർഷവും 353 ദിവസവുമായിരുന്നു മുഖ്യമന്ത്രി കസേരയിലിരുന്നത്. കെ കരുണാകരനാണ് ഏറ്റവും കൂടുതൽ തവണ മുഖ്യമന്ത്രിയായത്, 4 തവണ. EK നായനാർ, AK ആന്റണി എന്നിവർ 3 ടേമും, EMSഉം പിണറായി വിജയനും ഉമ്മൻചാണ്ടിയും 2 ടേമും മുഖ്യമന്ത്രിമാരായി. പട്ടം താണുപിള്ള, R ശങ്കർ, സി അച്യുതമേനോൻ, PK വാസുദേവൻ നായർ എന്നിവരും കേരളത്തിൽ മുഖ്യമന്ത്രി പദം അലങ്കരിച്ചു. വിമോചന സമരത്തിന്റെ മറവിൽ കേന്ദ്ര സർക്കാർ ഇടപെട്ട് ഭരണഘടനയുടെ 356 വകുപ്പ് പ്രകാരം EMS സർക്കാരിനെ 1959 ജൂലൈ 31 പിരിച്ചുവിട്ടത് കേരള ചരിത്രത്തിൽ കറുത്ത പൊട്ടാണ്. കേരളത്തിന്റെ ചരിത്രത്തിൽ 4 പതിറ്റാണ്ടിന് ശേഷം ഒരു മുന്നണിക്ക് തുടർഭരണം ലഭിച്ചത് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിനെ തുടർന്നാണ്. കേരള സംസ്ഥാന രൂപീകരണത്തിന് ശേഷം ആദ്യമായി ഒരു ഭരണ മുന്നണിക്ക് തുടർഭരണം ലഭിച്ചത് 1977 തെരഞ്ഞെടുപ്പിലായിരുന്നു. അന്ന് സി അച്യുതമേനോൻ സർക്കാരിന്റെ ഭരണശേഷം വന്ന തെരഞ്ഞെടുപ്പിൽ ഐക്യമുന്നണി അധികാരത്തിലെത്തുകയും മാർച്ച് 25 കെ കരുണാകരൻ മുഖ്യമന്ത്രിയായി അധികാരമേൽക്കുകയും ചെയ്തു. ആ തെരഞ്ഞെടുപ്പിലേക്ക് ഒന്ന് കണ്ണോടിക്കാം. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ വളരെ നിർണായകമായ തെരഞ്ഞെടുപ്പായിരുന്നു 1975 ജൂൺ 25 മുതൽ 1977 മാർച്ച് 20 വരെയുള്ള അടിയന്തരാവസ്ഥ കാലഘട്ടത്തിനിടെ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്. 1977 മാർച്ച് 19 നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് I, CPI, മുസ്ലിം ലീഗ്, RSP, കേരള കോൺഗ്രസ് എന്നിവർ ഉൾപ്പെട്ട ഭരണകക്ഷി സഖ്യത്തിന് 111 സീറ്റ് ലഭിച്ചു. CPIM ഉൾപ്പെട്ട പ്രതിപക്ഷ മുന്നണിക്ക് 29 സീറ്റ് മാത്രമേ നേടാനായുള്ളൂ. രാജ്യത്താകെ കോൺഗ്രസ് കടപുഴകിയപ്പോൾ കേരളം കോൺഗ്രസിനെ വൻ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിച്ചു. അടിയന്തരാവസ്ഥയുടെ ഭീതിത മുഖം ആ തെരഞ്ഞെടുപ്പിൽ ബാധിക്കാത്തത് സംബന്ധിച്ച് ഇന്നും പല വേദികളിലും വിശകലനങ്ങൾ തുടരുന്നുണ്ട്. അടിയന്തരാവസ്ഥയിൽ രാജനെ ഉരുട്ടിക്കൊന്ന കേസിൽ കോടതിയിൽ കള്ളം പറഞ്ഞുവെന്ന പരാമർശത്തെ തുടർന്ന് കരുണാകരൻ ഏപ്രിൽ 25 രാജിവെച്ചു. ആകെ 33 ദിവസമാണ് ആദ്യമായി അദ്ദേഹം മുഖ്യമന്ത്രിയായി തുടർന്നത്. തുടർന്ന് ഭരണകാലയളവിൽ AK ആന്റണി, PK വാസുദേവൻ നായർ, CH മുഹമ്മദ് കോയ എന്നിവർ മുഖ്യമന്ത്രിമാരായി. കോൺഗ്രസിലുണ്ടായ പിളർപ്പിനെ തുടർന്നും CPIയുടെ ഭട്ടിൻഡ കോൺഗ്രസിലെ തീരുമാനത്തെ തുടർന്നും CPIയുമായി ചേർന്ന കേരളത്തിൽ പുതിയൊരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി രൂപീകൃതമായത് ഈ കാലയളവിലാണ്.